എൻ്റെ പേര് ജിസ്മി. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ്, ഇതെൻ്റെ അമ്മ, ഇത് ഞങ്ങളുടെ കുഞ്ഞ്. മാതാവും തിരുക്കുമാരനും തന്ന വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിരുന്നു. 2019 സെപ്റ്റംബർ 1 ഞങ്ങളുടെ മാരേജ്. അത് കഴിഞ്ഞ് 2019 ഒക്ടോബറിൽ ഞാൻ ഇവിടെ വന്നു. ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ഒപ്പമാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. അപ്പോൾ കൃപാസനം എന്താണെന്നോ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്നോ ഉടമ്പടി ഇവിടെ ഉണ്ടെന്നോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. വെറുതെ ഒരു പള്ളിയിൽ കാണാം, സ്ഥലം കാണാം എന്നുള്ള ഒരു ഇതിൽ തൃശ്ശൂരിൽ നിന്ന് ഞാൻ ഇവിടം വരെ വന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പോകുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് എളുപ്പമല്ല ഇങ്ങോട്ടൊക്കെ വരാനായിട്ട്. കാരണം തൃശ്ശൂരൊക്കെ ഇഷ്ടംപോലെ ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്നൊരു മൈൻഡും വെച്ചിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയത്. പോയി നവംബർ ആയപ്പോൾ ഞാൻ ഗർഭിണിയായി. അവിടെ നിന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അത് അബോർഷനായി പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത് കഴിഞ്ഞ് ജീവിതത്തിൽ പതിയെ ഓരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നു. വീട്ടിലൊരുപാട് മനസ്സമാധാനം ഇല്ലാത്ത ഒരവസ്ഥയായി. വീട്ടിലൊരുപാട് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ചേട്ടൻ്റെ ജോലി സ്ഥലത്തായ അരൂരിലേക്ക് ഞങ്ങൾ താമസം മാറ്റി. ഇവിടെ വന്ന് വൈറ്റ്ലയിൽ വിജയലക്ഷ്മി ഹോസ്പിറ്റലിൽ ഞങ്ങൾ കാണിച്ചു. അത് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹസ്ബൻഡിന് കൗണ്ട് ഇച്ചിരി കുറവുണ്ട്, നമുക്ക് മെഡിസിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3 മാസത്തോളം മെഡിസിൻ കഴിച്ചു. ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് അതും ഇതുപോലെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അബോർഷനായി പോയി. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ കൃപാസനത്തിലേക്ക് അവിടെ പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2021 ഒക്ടോബർ 14 ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഒക്ടോബർ 20 എനിക്കൊരു സ്കാൻ ഉണ്ടായിരുന്നു. എല്ലാ സ്കാൻ എടുത്താലും എൻ്റെ യൂട്രസിൽ ഒരു കുഴപ്പമില്ല എന്ന് മാത്രമാണ് കാണുന്നത്. പക്ഷേ ഉടമ്പടി എടുത്ത് പിന്നത്തെ സ്കാനിങ്ങിൽ എനിക്ക് മനസ്സിലായി, ഡോക്ടർ പറഞ്ഞു എൻ്റെ യൂട്രസ് ബൈകോർണേറ്റ് യൂട്രസ് ആണ്. അതായത് യൂട്രസിൻ്റെ ഭിത്തിയിൽ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആവും തോറും അബോർഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അബോർഷൻസ് വരാം, നമുക്ക് സർജറി വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സർജറി എന്ന് കേട്ടപ്പോൾ എനിക്ക് ആകെ പേടിയായി, ഭയങ്കര സങ്കടമായി. ഞങ്ങൾ മാനസികമായി തകർന്നു. അവസാനം ഞങ്ങൾ മുന്നിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു, ഒരു ചാൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടാലോ, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടിയാലോ. 99% കിട്ടത്തില്ല, പിന്നെ ഒരു 1% ചാൻസ് ചിലപ്പോൾ കിട്ടും. എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ സക്സസ് ആയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അതല്ലെങ്കിൽ അബോർഷൻ ആവാണെച്ചെങ്കിൽ നമുക്ക് ആ കുട്ടീനെ വീണ്ടും കളഞ്ഞിട്ട് സർജറി ചെയ്തിട്ട് നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സർജറി ചെയ്യുന്നില്ല, ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. അങ്ങനെ 2021 നവംബർ 22 ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൃപാസന പത്രം വാങ്ങാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഇവിടെ അച്ഛനെ കാണാനായിട്ട് പറ്റി. ജോസഫ് അച്ഛൻ രുദ്രത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി, സൈത്ത് പൂശി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്കൊരു കുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിക്കും, ഉടമ്പടിയൊക്കെ നല്ലവണ്ണം ചെയ്യണമെന്നും പറഞ്ഞു. ശരിയാണ്, ഞാൻ ഉടമ്പടിയിൽ കുറച്ച് ഉഴപ്പിയുണ്ടായിരുന്നു. കൃപാസന പത്രം ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ എൻ്റെ അമ്മയുടെ കയ്യിലാണ് കൊണ്ട് കൊടുക്കുക. അമ്മ കൊണ്ട് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു, ചമ്മലായിരുന്നു അത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ കുർബാനയ്ക്ക് പോകാനും ഭയങ്കര മടിയായിരുന്നു. രാവിലെ ഏറ്റിട്ട് കുർബാനയ്ക്ക് പോകണ്ടേ, അപ്പോൾ അതിൻ്റെ നല്ല മടിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഉഴപ്പിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതും നല്ല രീതിയിൽ ഞാൻ ചെയ്തു. അങ്ങനെ അത് ചെയ്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് ഉടമ്പടി എടുത്ത് 60 ദിവസം ആകുമ്പോഴേക്കും ഞാൻ വീണ്ടും 3ാമത്തെ പ്രഗ്നൻ്റ് ആയി. അപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു. എവിടെയാണ് യൂട്രസിൽ എവിടെയാണ് പിടിച്ചേക്കണമെന്ന് അറിയത്തില്ല, ഇനി അബോർഷൻ ആവുമോ എന്ന് അറിയത്തില്ല. എന്നാലും ഞങ്ങൾ ഡോക്ടറെ സ്കാൻ ചെയ്യാൻ പോയി. ഡോക്ടർ പറഞ്ഞു, ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഗർഭം മുന്നോട്ട് പോടോ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ചിലപ്പോൾ പറഞ്ഞു മാസം തികയാതെ പ്രസവിക്കാനുള്ള ചാൻസും ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെ എല്ലായ്പ്പോഴും ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൂടെ കൊണ്ടുപോകും. അതുപോലെ സ്കാനിങ് റൂമിൽ ചെല്ലുമ്പോഴും മാതാവിൻ്റെ കാശുരൂപം ഞാൻ വയറ്റത്ത് വെച്ചിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉപ്പിട്ട വെള്ളം വിശ്വാസ പ്രമാണം ചൊല്ലി എപ്പോഴും കുടിക്കും. അതുപോലെ മാതാവിൻ്റെ തൈലം ഉദരത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 6 മാസം
6 മാസത്തോളം ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. വേറൊരു ഗുളികയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ വിജയലക്ഷ്മി ഹോസ്പിറ്റലിലെ ഡോക്ടറേനെ ആയിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് തൃശ്ശൂർക്ക് പോകണം, എൻ്റെ നാട്ടിൽ അവിടെയാണ് എൻ്റെ അമ്മയും എല്ലാവരും ഉള്ളത്, അവിടെ പോയി എനിക്ക് ഡെലിവറി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ കാരണം ഇവിടുന്ന് പോകാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ 6-ാം മാസം ഡോക്ടർ പറഞ്ഞു ട്രാവൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് നാട്ടിലേക്ക് പോക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ 6-ാം മാസം മെയ് മാസം ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് മാതാവിന് 10 ജപമാല ചൊല്ലി കാഴ്ചവെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഉണ്ണീനെയും കൊണ്ട് മാതാവിനെ കാണിക്കാനായിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ മാതാവിൻ്റെ ഇവിടുന്ന് ഞാൻ കഴിഞ്ഞ മെയ് മാസം ഞാൻ ഇറങ്ങിപ്പോയത്. എന്നിട്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ, ഒരു കോംപ്ലിക്കേഷനോ ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങൾക്ക് 2021 ഓഗസ്റ്റ് 3-ാം തീയതി ഞങ്ങൾക്ക് 2022 ഓഗസ്റ്റ് 3-ാം തീയതി ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പെൺകുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് മാതാവിൻ്റെ പോലെ ഒരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ മാതാവ് നൽകി. എനിക്ക് സിസേറിയൻ ആയിരുന്നു, ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. സിസേറിയൻ വന്നപ്പോഴും എൻ്റെ അമ്മ പറഞ്ഞു, ദൈവമേ കുറേ നേരം കിടക്കേണ്ട വരുമല്ലോ ഹോസ്പിറ്റലിൽ നിന്ന്. പക്ഷേ 3-ാം പൊക്കം നോർമൽ ഡെലിവറി പോലെ തന്നെ 3-ാം പൊക്കം എനിക്ക് ഡിസ്ചാർജ് തന്ന് മാതാവ് അവിടെ എന്നെ കാത്തു. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഉണ്ണിക്ക് ഞങ്ങൾ പേരിട്ടത് സേറാ മറിയം എന്നാണ്. ഉണ്ണി ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു. ഉണ്ണി ഞങ്ങളെ കയ്യിലുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ഉണ്ണിയുടെ മാമോദീസയുടെ സമയത്തും മാമോദീസയുടെ തലേദിവസം എനിക്ക് ഭയങ്കര പനിയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഭയങ്കര ക്ഷീണം. എല്ലാവരെയും വിളിച്ചു കൂട്ടി ഫംഗ്ഷൻ നടക്കോ ഇല്ലയെന്ന് അറിയത്തില്ല. ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം, അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കുഞ്ഞു ഉണ്ണിയാണ്, നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന്. അവസാനം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഫംഗ്ഷൻ ഉണ്ട്, എന്താ ചെയ്യാമെന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു നമുക്ക് ഉണ്ണീനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നിങ്ങൾ നെബുലൈസ് ചെയ്യ്, നിങ്ങളുടെ റിസ്കിൻ്റെ പുറത്താണ് ഞാൻ വിടുന്നത്, ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വിട്ടത്. പക്ഷേ പിറ്റേ ദിവസം മാമോദീസയ്ക്ക് ഒരു കുഴപ്പമില്ല. അത് എൻ്റെ ഉണ്ണി നല്ല ഹാപ്പി ആയിട്ട് നല്ല കരയാതെ കുർബാനയിൽ മൊത്തം മാമോദീസ വെള്ളം വീഴുമ്പോഴും ഒന്നും ഉണ്ണി കരഞ്ഞില്ല. ഫംഗ്ഷൻ എല്ലാം നല്ല രീതിയിൽ നടന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട വന്നില്ല. നല്ല രീതിയിൽ ഫംഗ്ഷൻ ഞങ്ങൾക്ക് മാമോദീസ കഴിഞ്ഞു നല്ല രീതിയിൽ. പിന്നെ മാതാവിന് കൊടുത്ത വാക്കായിരുന്നു വേറെ ഒരു ആഘോഷങ്ങൾക്കും കൊണ്ടുപോകാണ്ട് ഉണ്ണീനെ മാതാവിൻ്റെ മുന്നിലേക്ക് വന്നതിന് ശേഷമാണ് ഏത് പരിപാടിക്കും പുറത്തേക്ക് പോവുള്ളൂ എന്ന് മാതാവിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉണ്ണിക്ക് ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. മാതാവിൻ്റെ അടുത്ത് ഉണ്ണീനെ കാണിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. അതാണ് എൻ്റെ ആദ്യത്തെ നിയോഗം മാതാവ് എനിക്ക് സാധിച്ചു തന്നത്. രണ്ടാമത്തെ നിയോഗമായിരുന്നു ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച മാതാവ് ഞങ്ങൾക്ക് നൽകി. ചേട്ടൻ്റെ സാലറിയിലായാലും എല്ലാം മാതാവ് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ 3-ാമത്തെ നിയോഗമായിരുന്നു ഭാഗോടമ്പടി നടക്കണമെന്ന്. ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ ഭാഗോടമ്പടി നല്ല രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു മകനാണ് എങ്കിൽ പോലും അവിടെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ മാതാവിൻ്റെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. 2021 ഡിസംബർ 8-ാം തീയതി അമലോത്ഭവ മാതാവിൻ്റെ ദിവസം എനിക്ക് രജിസ്ട്രേഷൻ നടന്നു കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മാതാവ് അതുപോലെ തന്നെ 8-ാം തീയതി എനിക്ക് രജിസ്ട്രേഷൻ നടത്തി തന്നു. ഈ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി.